ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ഇലയില്ലേ, അതുകൊണ്ടിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ ഇവിടെയൊക്കെ ബീട്രൂട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇലയോട് കൂടെ കിട്ടും. ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ വ്ളോഗ് കാണിച്ചപ്പോൾ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ബീട്രൂട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഇല കിട്ടും. അപ്പോൾ ആ ഇല വെച്ചിട്ട് സാധാരണ പൊതുവെ വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും കളയാറാണ് പതിവ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ സമയത്തൊക്കെ ഞാൻ ഓർത്ത് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഓർത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഇത് എഡിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതിൽ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ് എന്നുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ശരി, നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു തോരൻ ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്, സാധാരണ ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അത് കുതിർത്ത് വെച്ചിരിക്കണം, ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. കടലപ്പരിപ്പിട്ടിട്ട് ചെയ്യുമ്പം കുറച്ചൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ സാധാരണ ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ, അപ്പോൾ ചീര മാത്രമായി കഴിയുമ്പോൾ തികയില്ല. അപ്പം കുറച്ച് കടലപ്പരിപ്പ് കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ. പൈപ്പ് തുറന്നിട്ടിട്ട് തന്നെ വാഷ് ചെയ്യണം. ഇതിനകത്ത് മണ്ണൊക്കെ നന്നായിട്ട് ഉണ്ടാവും, കാരണം ബീട്രൂട്ടല്ലേ, അപ്പം താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിൻ്റെ അംശം നിറയുണ്ട് ഇതിനകത്ത്. അപ്പം നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാനൊരു 4-5 പ്രാവശ്യം ശരിക്കും വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വാഷായി. ഇനി നമ്മൾക്കിത് കുഞ്ഞുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇരിക്കണേ. അപ്പോൾ ഞാൻ തണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. തണ്ടും ശരിക്കും ഉപയോഗിക്കാം, പക്ഷെ ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. ആ ഇലയുടെ ഭാഗത്തുള്ള ആ ഒരു ഇച്ചിരി തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമല്ലേ അതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കിയിട്ട് ചീര അരിയുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും പിന്നെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്. സവോള അല്ല, ശരിക്കും കുഞ്ഞുള്ളിയാണ് വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ല. അപ്പോൾ സവാള എടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട, ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക നമ്മൾ. എന്നിട്ട് ഇനി പാന് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾക്കിനി തേങ്ങ നമ്മൾ ചതച്ച് വെച്ചതുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർക്കുക. തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇടണം 1/4 ടീസ്പൂൺ. പിന്നെ ഞാനിവിടെ ചതച്ച മുളകാണ് ഇടുന്നത്, 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇപ്പം ഇല്ലെങ്കിൽ പച്ചമുളക് നമ്മൾക്ക് തേങ്ങയുടെ കൂടെ അരച്ചിട്ടും ചേർക്കാം. എനിക്ക് പക്ഷേ ഈ ചതച്ച മുളക് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ എല്ലാം ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. നമ്മുടെ തേങ്ങയും ഇതും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കടല നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് ഞാൻ. ഉപ്പിട്ട് വേവിച്ചിട്ട് ആ വേവിച്ച കടലയാണ് ഇപ്പം ഇതിലോട്ട് ചേർക്കുന്നത്. ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ചീര വേവുന്നത് വരെ ഉള്ളൂ. നമ്മുടെ കടല ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചീരയിലോട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം ചീരയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അത്രയേ ഉള്ളൂ, നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ടാവും. ചീര എന്ന് പറയുമ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇലയാണ്, ഇല കൊണ്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഇനി ബീട്രൂട്ടിൻ്റെ ഇല ഇതുപോലെ കിട്ടുവാണെങ്കിൽ ആരും കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും നല്ല ടേസ്റ്റിയാണ്, നമ്മൾക്ക് ഒരു വ്യത്യാസവും തോന്നത്തില്ല. പിന്നെ ഇത് ഇപ്പോൾ ഒരു ചെറിയൊരു പർപ്പിൾ കളറൊക്കെ വരുമോ ബീട്രൂട്ടിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട്, ബീട്രൂട്ട് ഇലത്തോരൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.